ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീന ഭയങ്കര സങ്കടത്തിൽ വിചാരിക്കുന്നുണ്ട്, എനിക്കിവിടെ പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല. അങ്ങനെ സങ്കടപ്പെടുവാട്ടോ. ആ സമയത്ത് പെട്ടെന്ന് മനസ്സിലേക്ക് ബ്രിജിതാമ്മ കയറി വരുന്നുണ്ട് കേട്ടോ. ബ്രിജിതാമ്മയുടെ ആത്മാവ് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നുണ്ട്. മോളെ, നീ സങ്കടപ്പെടരുത് ഒന്നുകൊണ്ടും. കാരണം ഞാൻ കാര്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നീ പെരുമാറണം. എന്താണെന്ന് വെച്ചാൽ നിനക്കറിയരുതോ, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ, അവരൊക്കെ വലിയ ആൾക്കാരാണെന്നൊക്കെ. എത്രയൊക്കെ ആയാലും ഒരു ദ്രോഹിക്കണതിന് ഒരു പരിധിയില്ലേ മമ്മി. എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ ഇവിടുന്ന് പൊക്കോളാം. ഒരിക്കലും അങ്ങനെ പറഞ്ഞേക്കരുത്, പോവാനൊന്നും പറ്റത്തില്ല. പിന്നെ എല്ലാം സഹിക്കണം മോളെ, നിൻ്റെ അമ്മയാണ്, അത് അവർക്കൂടെ തോന്നണ്ടേ. അതിനവർക്കറിയില്ലല്ലോ നീയും എൻ്റെ മോളാണെന്നുള്ളത്. പിന്നെ എങ്ങനെയാ പെരുമാറുക. പിന്നൊരു കാര്യം, എന്തെങ്കിലും ഒരിക്കൽ അങ്ങനെ മോളാണെന്നെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാലേ മോളോടാണ് ഈ ദ്രോഹത്തിനൊക്കെ ചെയ്തതെന്നുള്ളത് കാര്യം അവർക്ക് അറിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഒരിക്കലും നീ അതൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. സഹിച്ച് നിൽക്കണം, അതാ വേണ്ടത്. എൻ്റെ മോൾക്ക് അതിനൊക്കെ പറ്റും. ഞാനിതൊക്കെ പറഞ്ഞല്ലേ നിന്നെ ഇങ്ങോട്ട് വിട്ടത്. അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കുക, ഒക്കെ ശരിയാവുമെന്ന് പറയാം. എന്നിട്ട് ആ ഒരു ബ്രിജിതാമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന അലമാര അങ്ങോട്ട് അടച്ചു വെക്കുക. മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ആരോടാ മോളെ നീ സംസാരിച്ചത്? അത് ഞാൻ ബ്രിജിതാമ്മയുടെ ആത്മാവ് എൻ്റെ കൂടെയുണ്ട്. ഓ, മരിച്ചു പോയില്ലേ, പിന്നെ നീ എങ്ങനെയാണ് സംസാരിക്കണേ? ഇല്ല, മരിച്ചു പോയില്ല, എൻ്റെ മനസ്സിൽ എന്നും എൻ്റെ മമ്മി കൂടെയുണ്ട്. അത് നല്ലതാ മോളെ. മരിച്ചെങ്കിലും ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു വിശ്വാസം എപ്പോഴും നല്ലതാ. അങ്ങനെ അടുക്കളയിലേക്ക് ചെല്ലാട്ടോ. അവിടെ കുഞ്ഞുമോൾ എന്തായാലും ഇന്നത്തോടു കൂടെ ഉള്ളു, പോവാണ്. രാവിലത്തെ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി വെച്ച് എല്ലാവർക്കും കൊടുത്തു വിട്ടതിന് ശേഷം അവിടെ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ പറയും, ഭക്ഷണം എടുത്താൽ അലീനയ്ക്ക് കൊടുത്തിട്ട് പറയാം, ധൈര്യമായിട്ട് കഴിച്ചോ. ഇവിടെ വേറെ മറ്റുള്ള കാര്യത്തിന് 100 കുറ്റങ്ങളാണ്, എല്ലാം കണക്കാണ്. പക്ഷേ ആഹാര കാര്യത്തിന് ഒരു കുറ്റമില്ല. പിന്നെ ചില എത്ര വേണമെങ്കിലും കഴിക്കാം, അതിനൊന്നും പറയില്ല. ചില സ്ഥലങ്ങളിലാണെങ്കിൽ അങ്ങനെയും അല്ലല്ലോ. ചിലയിടത്തൊക്കെ അറിയത്തില്ലേ, തിന്നതിന് പോലും കണക്ക് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഇവിടെ നീ കണ്ടും കേട്ടുമൊക്കെ നിന്നോളണം. എന്തായാലും ഞാൻ പോവാറായല്ലോ. ഇവിടെ അവർ ഈ വായി തോന്നണ എല്ലാം വിളിച്ച് പറയാം. നമ്മളൊന്നും കണ്ടില്ല കേട്ടില്ല നീ ചെവിയുടെ കേട്ടാൻ കളഞ്ഞാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബാക്കിയുള്ളവർക്കൊന്നും ദേഷ്യമില്ലല്ലേ? ഇവിടെ അവർക്ക് മാത്രമേ ദേഷ്യമുള്ളൂ. അവർക്ക് മാത്രമോ? ബാക്കി എല്ലാം കണക്കാ. പിന്നെ ഇവിടെ ഒരു ചെറുക്കം ഉണ്ടല്ലോ, ഏതാ രാഹുൽ, മഹാപന്ന ചെറുക്കനാട്ടോ, കാണും പോലെയൊന്നും അല്ല. എപ്പോൾ നോക്കിയാലും കമ്പ്യൂട്ടറിൽ ഓരോന്ന് കുത്തിക്കൊണ്ടിരിക്കും. ഒരു ദിവസം ഞാൻ മേളിലേക്ക് ചെല്ലുമ്പോഴേ കമ്പ്യൂട്ടറിൽ ഏതാണ്ട് വേണ്ടാത്തതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ ഏതൊക്കെയോ പെൺപിള്ളേരുമായിട്ടൊക്കെ സ്നേഹം ഉണ്ടെന്ന് തോന്നുന്നു. ചുമ്മാ ഫോൺ വിളിയാ. നമ്മളെങ്ങാനും അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഉടനെ ഫോൺ അങ്ങ് നിർത്തിക്കളയും. എന്നിട്ട് ടെറസിലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി പതുങ്ങി നിൽക്കും. ഉമ്മ കൊടുക്കുന്നതും സംസാരിക്കുന്നതും കുശൂഷാ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ മോളെ? പിന്നെ വേറൊരെണ്ണം ഉണ്ടല്ലോ, ആ ഇളയ കൊച്ച്, അത് നല്ല സ്വഭാവമാണെങ്കിൽ ചിലപ്പം മിണ്ടും സംസാരിക്കും. മറ്റേത് വേറൊരെണ്ണം ഉണ്ടല്ലോ മൂത്തത്, അതിൻ്റെ കാര്യം പറയണ്ട, തള്ളയെപ്പോലെ തന്നെയാണ്. ഭയങ്കര അഹങ്കാരം പിടിച്ച സാധനങ്ങളാണ്. മോൾ ഇതൊന്നും കണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ പറയാം, ആരോടും അധികമായിട്ട് സ്നേഹം കാണുകയോ ഇവിടെ കാണുന്ന പല കാര്യങ്ങൾ പുറത്ത് പറയാൻ നിൽക്കുകയോ ഒന്നിനും പോകരുത്. ഒക്കെ കണക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം അറിയണോ, ഇവിടുത്തെ സാറ് ജോലിക്ക് പോയി കഴിഞ്ഞാലേ വേറൊരുത്തൻ ഇങ്ങോട്ട് വരും. കൊച്ചമ്മയുടെ ഏതോ ഫ്രണ്ടാണെന്നാണ് പറയണത്. ഒന്ന് സംസാരം, അവർക്കാണെങ്കിൽ സംസാരിച്ചാൽ മതി, കുറേ നേരം സംസാരിക്കണതാണ്. പക്ഷേ അയാൾ അങ്ങനെയല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലൊക്കെ അയാൾ. ഇതൊക്കെ കേട്ട് അലീനയ്ക്ക് സ്വന്തം അമ്മയെക്കുറിച്ചല്ലേ പറയുന്നത്. അവർക്ക് അലീനും പറയുന്നത്, മതി നിർത്ത്, ഇനി ഒന്നും പറയല്ലേ. ഇങ്ങനെ ആൾക്കാരെക്കുറിച്ച് കുറ്റം പറയണത് ശരിയാണോ? കുറ്റമാണോ മോളെ പറയണത്? ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങളല്ലേ പറയുന്നത്. എന്നാലും എനിക്കൊന്നും കേൾക്കണ്ട, മതിയായി. പിന്നെ വേറൊരു കാര്യം, പറയണ ജോലിയെല്ലാം കൃത്യമായിട്ട് അങ്ങ് ചെയ്തു കൊടുത്താൽ ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അലീനയ്ക്ക് കുറേ ക്ലാസ്സൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ മുറ്റം അടിക്കുകയാണ്. എല്ലായിടത്തും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിൽ പട്ടി അവിടെ നിന്ന് കുരയ്ക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ അലീനയ്ക്ക് വലിയ സന്തോഷം. പട്ടികളോടൊക്കെ വലിയ ഇഷ്ടമാണല്ലോ. എന്താടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് പത്രക്കാരൻ പത്രം ഇട്ടിട്ട് പോയത്. പത്രം എടുത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വൈജയന്തി ഓടിക്കൊണ്ട് വന്നിട്ട് പറയാം, എന്താടി നീ അവിടെ നോക്കുന്നത്? ഇങ്ങോട്ട് എടുക്കടി, അവൾ വലിയ പത്രവായനക്കാരൻ, നിന്നോട് തൂക്കാനല്ലേ പറഞ്ഞത്, നീ തൂത്താൽ മതി, പത്രമൊന്നും വായിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പിടിച്ചു വന്നുകൊണ്ട് പോവുക. അകത്ത് ചെന്നിട്ട് രാവിലെ തന്നെ കുഞ്ഞുമോളെ പറഞ്ഞു വിടാൻ വേണ്ടി റെഡിയായി നിൽക്കുക. കുറച്ച് കാശും ഒക്കെ റെഡിയായി കൈക്കൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താടി നിൻ്റെ കയ്യിൽ പൈസയും ഒക്കെ ആയിട്ട്? കുഞ്ഞോളെ ഇന്ന് പറഞ്ഞു വിടാൻ പോവല്ലേ, അപ്പോൾ അവക്കുള്ള കണക്ക് തീർത്തങ്ങ് വിട്ടേക്കാം. അതിന് ഇന്ന് പറഞ്ഞു വിട്ടാലേ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ കൊച്ചിനെ എന്തെങ്കിലും പണിയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കണ്ടേ? ഇനിയിപ്പോൾ അവൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തന്നെ അതൊക്കെ പറഞ്ഞും പഠിപ്പിച്ചും കൊടുത്തോളാം. അവൾ പോട്ടെ, എനിക്കറിയാം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് കുഞ്ഞോൾ അങ്ങോട്ട് വരുന്നത് കേട്ടോ. കുഞ്ഞോളോട് പറയാം, ശരി, നീ പോവാ ഇറങ്ങിയോ? ഇറങ്ങി. എന്താടി നിൻ്റെ ബാഗിൽ? എൻ്റെ ബാഗിൽ നിങ്ങളുടെ അലമാര ഇരുന്ന കുറേ സ്വർണവും പണവും ഒക്കെ. പിന്നല്ലാണ്ട് ബാഗൊന്ന് പരിശോധിക്കണം, നീ തുറക്ക്.
ഞാൻ തുറക്കണില്ല, നിങ്ങൾക്ക് വേണോ എൻ്റെ ബാഗ്, വേണമെങ്കിൽ പരിശോധിച്ചോ എന്ന് പറഞ്ഞ് ബാഗ് എടുത്ത് ഒരൊറ്റ എറി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. തുറന്ന് നോക്കുന്നു പറയാം. എടി നീ എന്താടി അഹങ്കാരം കാണിക്കണം, ഇല്ലല്ലാണ്ട്. എന്നാൽ പിന്നെ പരിശോധിക്കാം. എടി അലീനെ ഇങ്ങോട്ട് വാടിയെന്ന് വിളിക്കട്ടെ. നിങ്ങൾ അലീനയും കിലീനയും ഒന്നും വിളിക്കണ്ട, എൻ്റെ ബാഗ് പരിശോധിക്കണോ നിങ്ങൾ തുറന്ന് പരിശോധിച്ചോ, അതല്ല വേറെ ആരെങ്കിലും തൊട്ടാണ് എൻ്റെ ബാഗ് തുറന്ന് വിവരം അറിയും എന്നിങ്ങനെ പറയട്ടോ. അപ്പോൾ തന്നെ ഉടനെ പറയണം, ഒരു കാര്യം ചെയ്യ്, ഇന്നാ നിൻ്റെ പൈസ, നീ ഈ 10-20 ദിവസം ജോലിക്ക് നിന്നിട്ടുണ്ട് ഈ മാസത്തെ കാശ് ഞാൻ നിൻ്റെ കയ്യിൽ തരുക എന്ന് പറഞ്ഞ് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരത് വാങ്ങിച്ച് എണ്ണി നോക്കുമ്പോൾ ഒരു 200 രൂപ കൂടുതലുണ്ട്. പകുച്ചമേ ഇതിനകത്ത് 200 രൂപ കൂടുതലുണ്ടല്ലോ. അതിരുന്നോട്ടെ, അതേ നിൻ്റെ അഹങ്കാരത്തിന് വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ട്രാ വെച്ചതാണ്. ആണോ, അത് ശരി. അങ്ങനെയാണെങ്കിൽ അഹങ്കാരം നിങ്ങൾക്കാണുള്ളത്. ആ ഒരു അർഹത, ഈ 200 രൂപയ്ക്കുള്ള അർഹത നിങ്ങൾക്കാണുള്ളത്. ഇന്നാ പിടിച്ചോന്ന് പറഞ്ഞ് മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കട്ടോ ആ പൈസ. എന്നിട്ട് അവരൊരൊറ്റ പോക്കങ്ങോട്ട് പോവുക. എന്നിട്ട് പറയാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോവാണ്, നിങ്ങളെ അനുഭവിക്കും, ഞാൻ പോകുന്നു, വേറെ ഏതെങ്കിലും ഒരു ജോലിക്കാരി ഇവിടെ വരട്ടെ, അന്നേരം നിങ്ങൾക്ക് ജോലിക്കാരിൽ നിന്ന് നിങ്ങൾ പഠിച്ചോളും, അപ്പോഴേ നിങ്ങൾ മനസ്സിലാക്കത്തുള്ളൂ മറ്റുള്ളവർ വില എന്താണെന്നും പറഞ്ഞ് അവർ ഇറങ്ങിപ്പോവുക. അപ്പോഴാണ് ബാലചന്ദ്രൻ പറഞ്ഞു, തൃപ്തിയായല്ലോ അല്ലേ നിനക്ക്, കിട്ടേണ്ടത് കിട്ടിയപ്പോൾ എന്ന് പറഞ്ഞ് അയാളും അങ്ങ് കയറി പോവുക കേട്ടോ. പുറത്ത് നിൽക്കുന്ന അലീനയോട് ഇവർ ഓടി വന്നിട്ട് പറഞ്ഞിട്ട്, ഞാൻ എന്തായാലും പോകാം മോളെ, ഞാൻ പൈസ വാങ്ങണമെന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം നിന്നത്, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പോയേനായിരുന്നു. എന്തായാലും പുതിയതായിട്ട് മോളെയാണല്ലോ ഇവിടെ നിർത്തുന്നത്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്തോണ്ട് കണ്ടും കേട്ടൊക്കെ നിന്നോണം. ഇതൊക്കെ എല്ലാം കണക്കുകളാണ്, പറയണ ജോലികൾ അപ്പാടെ തലയിൽ കയറ്റി വെച്ച് ചെയ്യാൻ നിന്നാലേ നിൻ്റെ കാര്യം പോക്കാം. പിന്നെ ഞാനിവിടെ പിടിച്ച് നിന്നേ ഉള്ളൂ, ഞാൻ നിനക്ക് തരുന്നൊരു ഉപദേശമായിട്ട് കണ്ടാൽ മതി. ഇവിടെ പല കാര്യങ്ങളും നടക്കും, പലതും കാണും ഒക്കെ ചെയ്യും, പക്ഷേ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും വെച്ചോളണം. നല്ല പിള്ള ചമയം നിന്നാൽ പോക്ക് കേസ് നമുക്കാ, അറിയാലോ. നമുക്കൊരിക്കലും അവരെ പോലെ ഉയരാനും പറ്റില്ല, അവർക്ക് നമ്മളത്ര താഴാനും പറ്റില്ല. അത് നിനക്കറിയുമെന്ന് ചോദിക്കുക. അപ്പോൾ അലീന പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം, അതെല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കണ്ടും കേട്ടും നിന്നാൽ നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ ആകെപ്പാടെ കുഴപ്പമാവും. ഇവരുടെയൊക്കെ സ്വഭാവങ്ങളെ എപ്പോഴാണ് മാറണമെന്നൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. എന്നാലും കുഞ്ഞെടുത്തി പോവാകുമ്പോൾ എനിക്ക് ഇവിടുത്തെ പണികളൊക്കെ അതൊക്കെ ഇവർ പറഞ്ഞു തരും, അവർ പറയണ അനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി. എന്നാലും ഞാൻ കാരണമല്ലേ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടത്. അങ്ങനെ നീ വിചാരിക്കണ്ട, അതെങ്ങനെ ജോലി നഷ്ടപ്പെടുന്നത്, എനിക്ക് ഇവിടെ അല്ലെങ്കിൽ ഞാൻ വേറൊരിടത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, നാളെ മുതൽ ഞാൻ അവിടെ അങ്ങ് കയറും. എന്നാലും നീ വന്നത് എൻ്റെ ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാലേ, നീ ഇവിടെ എന്തായാലും നീ വന്നതുകൊണ്ടാണല്ലോ ഈ കാരാഗൃഹത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റിയത്. അപ്പോൾ ശരി, ഞാൻ പോയിട്ട് വരാം എന്നും പറഞ്ഞ് അവർ പോവാം. രാവിലെ തന്നെ വൈജയന്തി അടുക്കളയ്ക്ക് വിളിച്ചിട്ട് കുറേ നിർദ്ദേശങ്ങളോട് പറയണോട് കേട്ടോ. അലീനയോട് നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയുമെന്ന് ചോദിക്കാം. എനിക്കറിയാം. എന്തറിയാം? നീ എങ്ങനെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഞാനവിടെ സ്നേഹനികേതത്തിൽ നിൻ്റെ ഓർഫണേജിലെ കാര്യമൊന്നും നീ ഇവിടെ വിളമ്പണ്ട. ഞങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നമുക്ക് രാവിലെ ഇഡലിയാണ് ഉണ്ടാക്കുന്നത്, ഈ ചട്നിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കിക്കണം. അപ്പോൾ ഉണങ്ങി മട്ടൻ കുറുമയും ചിക്കൻ കറിയും ഒക്കെ റെഡിയായിരിക്കണം. പറഞ്ഞ മനസ്സിലായി, രാത്രിയായാലും ചപ്പാത്തി ചോറ് എല്ലാം റെഡി ആയിരുന്നോളണം. പിന്നെ ആഹാരം മാത്രം പാകം ചെയ്താൽ പോരാ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇവിടെ ഞങ്ങളാരും നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് ആശുപത്രിയിൽ അവരുടെ ഗതി വരില്ലല്ലോ. ഇല്ല, എന്നെക്കൊണ്ടാവുന്നത് പോലെ ഞാൻ ചെയ്തോളാം. പിന്നെ അതുമാത്രമല്ല, ഞാനിവിടെ നിന്ന് ജോലിക്ക് ഇതെത്ര ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ള കാര്യം, പോയി കഴിഞ്ഞാൽ ഈ വീടിനൊക്കെ മൊത്തം അടിച്ച് വരണം, മനസ്സിലായല്ലോ. മുറ്റമൊക്കെ വെള്ളം തെളിച്ചിട്ട് വേണം തൂക്കാനായിട്ട്, ഇല്ലെങ്കിൽ പൊടി പറക്കും, മനസ്സിലായോ. പിന്നെ തുടയ്ക്കലും തൂക്കലും ഒക്കെ ഞാൻ ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം മതി. എല്ലാ ജനലുകളും തുടച്ച് പൊടിയെല്ലാം കളഞ്ഞു വെക്കണം. അല്ലാതെ ചുമ്മാ തൂത്താൽ മാത്രം പോരാ, അകത്ത് കട്ടിൻ്റെ അടിയിലൊക്കെ കുനിഞ്ഞ് എല്ലാം ചെയ്തോളണം. കള്ളപ്പണിയും ഒളപ്പാസ് പണിയൊന്നും ചെയ്യാമെന്ന് എന്നോട് നീ എടുക്കണ്ട. പറഞ്ഞ മനസ്സിലായല്ലോ. ഇല്ല, എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തോളാം. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആദ്യം പറയുന്നത്, പിന്നെ അങ്ങോട്ട് തുടങ്ങും കള്ളത്തരങ്ങളും ഒക്കെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ബാലചന്ദ്രൻ്റെ പിറകെ ഇന്ന് വരെയും ഇവിടെ വന്നിട്ടുള്ള ഒരു ജോലിക്കാരും കാര്യങ്ങൾ പറയാനും കുശുകുശ സംസാരിക്കാനും ഒന്നും പോയിട്ടില്ല. പറഞ്ഞ മനസ്സിലായല്ലോ. അതിൻ്റെ അർത്ഥം എന്താ? നീയും അതിന് മുതിരരുത്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഉടനെ അലീനയുടെ മുഖം അങ്ങ് വല്ലാതെ പാടുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട്, ഇല്ല, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. അത് നിങ്ങൾക്ക് എന്നെ നേരെ ചൊവ്വേ അറിയാഞ്ഞിട്ടാ. നിന്നെ അറിയാൻ വേണ്ടിയിട്ട് എന്താടി ഞാൻ എന്തിനാ അല്ലെങ്കിൽ നിന്നെ അറിയണത്? പിന്നെ അറിയാൻ നിൽക്കുന്നു, പോകുന്നിടത്തോളം നമുക്കറിയാം. പിന്നെ പറഞ്ഞ് മനസ്സിലായി. ഞാൻ വന്നു കഴിഞ്ഞ് ഇവിടെ എല്ലാവരും പൊടിയൊക്കെ തൊട്ട് നോക്കുമ്പോൾ എന്തെങ്കിലും ഇവിടെ പൊടി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പണി നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിക്കും, മനസ്സിലായല്ലോ. പിന്നെ ആഹാരം കഴിച്ചോളണം എത്ര വേണമെങ്കിലും. അതിന് ഇനിയിപ്പോൾ ആഹാരം നിന്ന് പട്ടിണി കിട്ട് എന്ന് മാത്രം പറഞ്ഞേക്കരുത്. പറഞ്ഞ് മനസ്സിലായോ? എന്താ ഇവിടെ ഉണ്ടാക്കുന്നത് അത് നല്ലപോലെ കഴിച്ചോളണം. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാട്ടോ. അങ്ങനെ അലീനയ്ക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു സങ്കടമാവും കേട്ടോ. അവസാനം അവർ ഈ ബാലചന്ദ്രൻ്റെ കാര്യം കൂടെ പറഞ്ഞ് കേൾക്കുമ്പോൾ അലീന വല്ലാതെ ഡിസ്പായി പോവാണ്. എന്താടി നോക്കിക്കൊണ്ട് നിൽക്കണത്? എന്നാൽ പിന്നെ നിനക്കെന്താ പണി തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കണം. തുടങ്ങാം. പിന്നെ
മറ്റുള്ള കാര്യങ്ങളൊന്നും നീ തലയിടാനോ മറ്റൊന്നും നോക്കരുത്. അതിനിടയിൽ കൂടെ അമ്മയുടെ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കിക്കൊള്ളണം. പറഞ്ഞ് മനസ്സിലായല്ലോ? ആ മനസ്സിലായി എന്ന് പറയാം കേട്ടോ. എന്നാൽ പിന്നെ ശരി, ഞാൻ അങ്ങോട്ട് പോവാം. എല്ലാം നിൻ്റെ ജോലി തുടങ്ങിക്കോ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്